നമ്മൾ ഈ നാട്ടിൻപുറത്തെ ഹോട്ടലുകളിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു ബോർഡ് എഴുതി തൂക്കാറുണ്ട്, കടം ചോദിക്കരുത് പറയരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പം സംസ്ഥാന സർക്കാർ എന്തെങ്കിലും ഒരു പദ്ധതിയുമായിട്ട് താഴോട്ട് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ പൊതുജനങ്ങളാവട്ടെ അല്ലെങ്കിൽ സ്ഥാപനങ്ങളാവട്ടെ ഇതുപോലെ കടം പറയരുത് ചോദിക്കരുത് എന്ന് സർക്കാരിനോട് തിരിച്ചങ്ങോട്ട് പറയേണ്ടുന്ന ഗതികേടിലാണ് നമ്മുടെ സംസ്ഥാനം ഓടിക്കൊണ്ടിരിക്കുന്നത്. നമ്പ്യാർജി, നമുക്കറിയാം, നമ്മൾ കുറേ കാലങ്ങളായിട്ട് നമ്മൾ ഈ കേരളത്തിനെ കുറിച്ചിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്തെല്ലാം ഇടതുപക്ഷ സർക്കാരുകൾ അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാർ അവരുടെ എന്തോ വലിയൊരു നേട്ടം പോലെ എല്ലാ കാലഘട്ടത്തിലും അവതരിപ്പിക്കുന്നതാണ് കേരളത്തിലുള്ള വിദ്യാഭ്യാസ മേഖലയിലുള്ള പുരോഗതി എന്ന് പറയുന്നത്. ഞങ്ങൾ സൃഷ്ടിച്ചതാണ്, ഞങ്ങൾ മഴുവെറിഞ്ഞ് സൃഷ്ടിച്ചതാണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതി എന്ന് പറയുന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഇടതുപക്ഷ സർക്കാരിന് 2 തവണ അടുപ്പിച്ച് ഭരിക്കുവാനുള്ള ഒരു അവസരം ലഭിക്കുന്നത്, പ്രത്യേകിച്ചും പിണറായി വിജയനെ പോലെ ഒരു മുഖ്യമന്ത്രിക്ക്. അദ്ദേഹം 5 വർഷം കഴിഞ്ഞു, ഇപ്പോൾ 8ാം വർഷത്തിലേക്ക് അദ്ദേഹം കടക്കുകയാണ്. 8ാം വർഷത്തിലേക്ക് അദ്ദേഹം കടക്കുമ്പോൾ തന്നെ ഏറ്റവും ആദ്യം ജീർണത പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് തന്നെയാണ്. പരീക്ഷ നടത്തിക്കുവാൻ പോലും കാശില്ല. കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ കണ്ടായിരുന്നു, എന്താണ്, വിദ്യാർത്ഥികളോട് തന്നെ പറയുകയായിരുന്നു, മോഡൽ പരീക്ഷ നടത്താൻ വേണ്ടിയിട്ട് 10 രൂപ നിങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരണം എന്നുള്ള നിലയിൽ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് വരെ ബക്കറ്റ് എടുത്ത് പ്ലാൻ ബി, ബക്കറ്റ് എടുത്ത് തെണ്ടുന്ന പരിപാടി ഇതേ സർക്കാർ ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഇത് ഒരു വശത്തു കൂടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. മറുവശത്ത് എന്താണ് സംഭവിക്കുന്നത്? മറുവശത്ത് സംഭവിക്കുന്നത് സ്വിമ്മിംഗ് പൂള് കുത്തുന്നു, തൊഴുത്ത് കെട്ടുന്നു, തൊഴുത്തിൽ ചാണകക്കുഴി കുത്താൻ 3.5 ലക്ഷം രൂപ. നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു ചാണകക്കുഴി കുത്താൻ 3.5 ലക്ഷം രൂപയുടെ ചാണകക്കുഴി? എന്ത് തരം ചാണകക്കുഴിയാണ്? ചാണകക്കുഴിയാണോ? ആയിരിക്കണം. അല്ലെങ്കിൽ ഇത്രയും 3.5 ലക്ഷം രൂപയ്ക്കൊന്നും ചാണകക്കുഴി കുത്തും നമ്മൾ കണ്ടിട്ടില്ല. അവിടെയും നിൽക്കുന്നില്ല. ഇനി വന്ന് നമ്മുടെ സ്പീക്കർ ഇപ്പോൾ ജിമ്മൊക്കെ തുടങ്ങി അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിലേക്ക് പുഷ്ടിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ നിലവിൽ നമ്മുടെ സംസ്ഥാനത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്കുൾപ്പെടെ തുരങ്കം വയ്ക്കുന്ന, അതിൻ്റെ കടക്കിൽ കത്തി വയ്ക്കുന്ന സാഹചര്യങ്ങൾ മൂടിക്കൊണ്ടിരിക്കുന്നു. ഇതിപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന സ്കൂൾ പരീക്ഷകളിലേക്ക് എത്തിയത് കൊണ്ട് പൊതുജനം വലിയ രീതിയിൽ ചർച്ചയാകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മുടെ കേരള കലാമണ്ഡലം പോലുള്ള സ്ഥാപനങ്ങളിലൊക്കെ എത്ര മാസമായി ശമ്പളം കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം വലിയ ചർച്ചയാകാതെ പോലും വാർത്തയായ കാര്യങ്ങളാണ്. നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ കണ്ടതാണ്. പക്ഷേ വലിയ ചർച്ചയായി മാറിയില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ ഒരു ജീർണത നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിലേക്ക്, സ്കൂളുകളിലേക്കൊക്കെ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇതൊരു തുടക്കം മാത്രമാണ്. കുറച്ച് മുമ്പോട്ട് പോകുന്ന സമയത്ത് സ്കൂളുകളിൽ ശമ്പളം പോലും മുടങ്ങുന്ന സ്ഥിതിയിലേക്ക് സംസ്ഥാനം പോയാൽ പോലും നമ്മൾ അത്ഭുതപ്പെടേണ്ടുന്ന ഒരു സാഹചര്യത്തിലൂടെയല്ല രാഷ്ട്രീയമായും ഭരണപരമായും നമ്മുടെ സംസ്ഥാനം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്.